നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ധ്യാൻ ശ്രീനിവാസൻ നിലവിൽ മലയാളത്തിലെ ഒരു ഓപ്പൺ ഹൈമർ തന്നെയാണ്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോഴാണ് ഇദ്ദേഹത്തിന് നിലവിൽ ഒരു ബ്രേക്ക് കിട്ടിയത്. ഇത് നല്ലൊരു സിനിമയാണ്. പക്ഷേ ഇതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞും അറിയാതെ ഒരുപാട് ധ്യാൻ ശ്രീനിവാസൻ പടം ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാം സ്റ്റോറിയാണ് നമ്മൾ നോക്കുന്നത്. ഒരു സ്റ്റോറി കേട്ടാൽ തന്നെ നിങ്ങൾ ഏകദേശം ഇങ്ങനെയാകും. മുഴുവൻ കണ്ടാൽ നിങ്ങൾ വളരെ ക്ഷമാശീലമുള്ള വ്യക്തികൾ തന്നെയാണ്. ലിസ്റ്റിലായിത്തേത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പാർട്ട്നേഴ്സ് എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്തെന്നാൽ, സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു റിച്ചായ ഡോണിനെ കാണിക്കുന്നു. ഡോണിന്റെ കയ്യിൽ ഒരുപാട് ഗോൾഡും CP മൂസ എന്നാണ് ഈ ഒരു ഡോണിന്റെ പേര്. തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു ഡോണിന് പല ഗുണ്ടകൾ ചേർന്ന് വെടിവെച്ചു കൊല്ലുന്നു. ഈ കാണുന്ന ബട്ട് എന്ന് പറഞ്ഞ ഒരുത്തനാണ് ഇതിനെല്ലാം കാരണം. ശേഷം അയാൾ ഗോൾഡും എടുത്തു മുങ്ങി. അയാൾ സെറ്റിലായി. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു ഒരു ഉടുപ്പി ബാങ്ക് കാണിക്കുന്നു. ധ്യാൻ ശ്രീനിവാസൻ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നു. അവർ പറയും, ഓക്കെ നീ അപ്പോയിന്റഡ് ആയി. അങ്ങനെ ധ്യാൻ ശ്രീനിവാസന് ബാങ്കിൽ ജോലി കിട്ടി. അങ്ങനെ ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകാൻ പോവുകയാണ്. അങ്ങനെ ഒരു ജീപ്പിൽ കയറിയിരിക്കുമ്പോൾ ഒരു ലേഡി ക്യാരക്ടർ വരുന്നു. എന്നിട്ട് പറയുന്നു, അവിടെ ഞാൻ ഒരു കർച്ചീഫ് വെച്ചിരുന്നു, ഈ ഒരു സീറ്റ് ബുക്കഡാണ്. പിന്നെ നോക്കിയപ്പോ റൊമാൻറ്റിക് പാട്ടൊക്കെ വരുന്നു. അങ്ങനെ ധ്യാൻ ശ്രീനിവാസന്റെ ബാങ്ക് ആര് ലോൺ ചോദിച്ചു വന്നാലും കൊടുക്കാൻ പൈസയില്ല. അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ മെയിൻ ബ്രാഞ്ചിലേക്ക് പോകും. അവിടെ ചോദിച്ചിട്ടും പൈസ കിട്ടുന്നില്ല. അപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ ചെറിയൊരു ഡൗട്ട് അടിക്കും. സിറ്റിയിൽ പോയി ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കും. അങ്ങനെ നോക്കിയപ്പോൾ ഉടുപ്പി ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്ക് തന്നെ ഇല്ല. അപ്പോൾ ധ്യാൻ ശ്രീനിവാസന് മനസ്സിലായി ഇതൊരു തട്ടിപ്പാണ്. നേരെ ചെന്ന് പിന്നെ കാണിക്കുന്ന സീൻ ജോലി എന്ന ആളുടെ കോളറിന് കയറി പിടിച്ചിരിക്കുന്നു. എന്താടാ കാണിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ ആള് പറയും, എന്റെ കൂടെ നിന്നില്ലെങ്കിൽ ഇവിടെ നടന്ന എല്ലാ തട്ടിപ്പും നിന്റെ തലയെ കെട്ടിവെക്കുമെന്ന്. അപ്പോൾ ധ്യാൻ ശ്രീനിവാസന് പേടിയായി. പിന്നീട് ധ്യാൻ ശ്രീനിവാസൻ അവരിൽ ഒരാളായി, അഥവാ പാർട്ട്ണർ. ഇവർക്ക് വേണ്ടത് എന്തെന്നാൽ, പണ്ട് സ്വർണവുമായി രക്ഷപ്പെട്ട ബട്ട് ഈ പരിസരത്താണ് താമസം. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് പറ്റിച്ച് ഗോൾഡ് മൊത്തം കൊള്ളയടിക്കാനാണ് പ്ലാൻ. ധ്യാൻ ശ്രീനിവാസൻ ഇവരുടെ പ്ലാനിന്റെ ഭാഗമായി ബട്ടിന്റെ കയ്യിൽ ഒരുപാട് ഗോൾഡ് ഉണ്ടെന്ന് ഇൻകം ടാക്സുകാരോട് പറയും റെയ്ഡ് ചെയ്യണമെന്ന്. അങ്ങനെ ഇൻകം ടാക്സ് ബട്ടിന്റെ വീട്ടിൽ പോയി. ഒന്നും പോയില്ലെങ്കിലും ഇവർ വന്നപ്പോൾ ബട്ടിന് പേടിയായി. പിന്നീട് ധ്യാനും ടീമും പോയി, നിങ്ങളുടെ സ്വർണം ഞങ്ങളുടെ ബാങ്കിൽ വെച്ചാൽ അവിടെ റെയ്ഡ് ചെയ്യാൻ ആരും പറ്റില്ലെന്ന്. പൊട്ടം പട്ടപ്പോൾ തന്നെ ഇതെല്ലാം കെട്ടിപ്പൂട്ടി ധ്യാനിന് കൊടുത്തു. പിന്നീട് ബാങ്കിൽ കൊണ്ടുപോയി ഇയാൾ തന്നെ ലോക്ക് ചെയ്തു കുറച്ച് ഗുണ്ടകളെ കാവൽ വെക്കുന്നു. പക്ഷെ തിരിച്ചു വരുമ്പോൾ ആരോ ഒറ്റിയതുകൊണ്ട് ബട്ടിനെ ഇൻകം ടാക്സ് വിളി. ഒറ്റിയതാരാണെന്ന് വെച്ചാൽ ധ്യാൻ ശ്രീനിവാസൻ തന്നെയായിരുന്നു. അങ്ങനെ ഇൻകം ടാക്സ് ഓഫീസർ സ്വർണം സീൽ ചെയ്യാൻ വേണ്ടി ബാങ്കിൽ കയറി നോക്കുമ്പോൾ അവിടെ സ്വർണം കാണുന്നില്ല. പിന്നീട് ധ്യാൻ ശ്രീനിവാസൻ ആരാണ് ഇദ്ദേഹം അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ധ്യാൻ ശ്രീനിവാസൻ യഥാർത്ഥത്തിൽ ഒരു വില്ലനായിരുന്നു. ഇതാണ് വലിയൊരു ട്വിസ്റ്റ്. ധ്യാൻ ശ്രീനിവാസൻ ഒരു ക്രിമിനൽ കെമിസ്റ്റ് ആണ്. ആ സ്വർണം എവിടെ പോയെന്നാൽ ഇവരാരും കാണാതെ ധ്യാൻ ശ്രീനിവാസൻ ആ ഒരു ലോക്കറിന്റെ ഉള്ളിൽ ഒരു ഷവർ വെച്ചിരുന്നു. ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു കെമിക്കൽ വന്നു. ഈ ഒരു കെമിക്കൽ സ്വർണമെല്ലാം ഊരി. എന്തുകൊണ്ടാണ് ലോക്കർ ഉരുകാത്തതെന്നാൽ ഈ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു സീൻ തന്നെ വലിയൊരു സംഭവമാണ്. പിന്നെയാണോ ലോജിക്? അങ്ങനെ മെൽറ്റായ ഗോൾഡല്ല ധ്യാൻ ശ്രീനിവാസന്റെ സ്ഥലത്തേക്ക് വന്നു. ഇതെല്ലാം മാംഗോ ജ്യൂസ് പോലെ കുറെ കുപ്പിയിലാക്കി ധ്യാൻ ശ്രീനിവാസൻ സൗത്ത് ചൈനയിൽ പോയി. അങ്ങനെ പടം കഴിഞ്ഞു. ഇതായിരുന്നു പാർട്ട്നേഴ്സ്. ഈ ഒരു സിനിമ ഗുണ്ട് പൊട്ടുന്ന പോലെ പൊട്ടും. അടുത്ത സിനിമയാണ് വീഗം എന്ന സിനിമ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് നിർത്തി പോവാം, വെറുതെ ഫോൺ എറിഞ്ഞു കളയണ്ട. ഈ ഒരു സിനിമയിൽ ഇവർ 3 പേരും ഫോറൻസിക്കിന് പഠിക്കുകയാണ്. പിന്നീട് വില്ലനെ കാണിക്കും. ഈ ഒരു വില്ലന്റെ കാര്യം നോക്കിയാൽ പുലിമുരുകൻ സിനിമയിൽ മുരുകൻ ക്യാരക്ടർ പുലിയെ കൊന്നതിന് ശേഷം കുളിക്കുന്നത് പോലെ ഈ ഒരു ക്യാരക്ടർ ആളുകളെ തല്ലി കൊന്ന് കുളിക്കാറുണ്ട്. ഈ ഒരു കുളിച്ചേട്ടൻ അത്ര നിസാര പുള്ളിയല്ല, ഒരു ഹേക്കർ കൂടിയാണ്. ഒരു ദിവസം ജഗദീഷ് വിളിച്ചു പറയും, ഈ കുളിച്ചേട്ടൻ തല്ലി കൊന്നൊരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണം. ഈ ഒരു സിനിമയിൽ ജഗദീഷ് ഇവരുടെ സീനിയറാണ്. അങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഈ സിനിമയിലെ ഡെയിൻ ബോഡിയിൽ നിന്ന് മോതിരം അഴിച്ചെടുക്കുന്നുണ്ട്. ശരിക്കും ആ മോതിരം നമ്മുടെ കുളിച്ചേട്ടന്റെ ആയിരുന്നു. പിന്നീട് കാണിക്കുന്നത് കുളിച്ചേട്ടനെയാണ്. കുളിച്ചേട്ടൻ അവിടെ പട്ടിനെ കുളിപ്പിക്കുകയായിരുന്നു. ഇവിടെയും നമുക്ക് ഒരു ഡയറക്ടർ ബ്രില്യൻസ് കാണും. അങ്ങനെ പട്ടിനെ കുളിപ്പിക്കുമ്പോൾ കയ്യിൽ മോതിരം കാണുന്നില്ല. പോസ്റ്റ്മോർട്ടം ചെയ്തത് ജഗദീഷ് ആണെന്ന് കരുതി കുളിച്ചേട്ടൻ ജഗദീഷിനെ പനിക്കും. ഈ ഒരു മോതിരം ഊരി മാറ്റുന്നത് കണ്ടാൽ നമ്മൾ വിചാരിക്കും എന്തോ ഒരു വലിയ സംഭവമാണ്, ഈ ഒരു ക്യാരക്ടർ ഒരു വില്ലനാണോ? എന്നാൽ അങ്ങനെയല്ല. ഡെയിം പറയും, ഞാനാണ് മോതിരം എടുത്തത്, ഞാനതെടുത്ത് വേസ്റ്റ് ബാസ്കറ്റിൽ ഇട്ടു വന്നു. അങ്ങനെ ഡെയിം വന്നു വേസ്റ്റ് ബാസ്കറ്റ് തപ്പി. അങ്ങനെ അവർക്ക് മോതിരം കിട്ടും. അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഒരു ഡിറ്റക്റ്റീവ് ക്യാരക്ടർ വരും. കില്ലർ ആരാണെന്ന് ആ മോതിരം യൂസ് ചെയ്ത് ഞാൻ കണ്ടുപിടിച്ച് തരാമെന്ന്, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്നും പറയും. അങ്ങനെ മോതിരം കൊടുത്തു. ഡിറ്റക്റ്റീവ് ആ മോതിരം കൊണ്ടുപോയി ഉറച്ചു നോക്കാൻ കൊടുക്കുകയാണ്. സ്വർണ്ണമാണോ എന്നറിയാൻ തന്റെ മോതിരം ഉറച്ച കാര്യം കുളിച്ചേട്ടൻ എങ്ങനെയോ അറിയും. കുളിച്ചേട്ടൻ രാത്രി പോയിട്ട് എന്റെ മോതിരം ഉറക്കോലടാന്നും പറഞ്ഞു ആ ഉറച്ച ചേട്ടന്റെ കൈ പിടിച്ചുറക്കുന്നു. എന്നിട്ട് കുളിച്ചേക്കുന്നു. ബക്കറ്റടക്കം
തലയൊക്കെ മുടത്തുന്നു. പിന്നീട് കില്ലർ കുളിച്ചേട്ടനാണെന്ന് CIDക്ക് മനസ്സിലായി. ഇതിന്റെ ഇടയിൽ കുളിച്ചേട്ടന്റെ ഒരു മാസ് വില്ലനിസം സീൻ കാണിക്കുന്നുണ്ട്. ഇതെന്താണെന്നാൽ കുളിച്ചേട്ടൻ ഒരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. അവിടെ ഒരു ചേച്ചി ഇരുന്ന് ചിരിക്കുന്നുണ്ട്. പിന്നീട് കാണുന്നത് കുളിച്ചേട്ടൻ ഫ്രണ്ടിൽ നിൽക്കുന്നു. കുളിച്ചേട്ടന്റെ ബാക്കിലായി എയറിൽ ഒരു കാല് കിടന്ന് പടയുന്നു. കുളിച്ചേട്ടന് ഇന്നത്തേക്കൊരു കുളിയായിരുന്നുള്ള ഒരു ഡയറക്ടർ ബ്രില്യൻസ് ആണ്. അങ്ങനെ CID വില്ലനായ കുളിച്ചേട്ടന്റെ ഫോട്ടോ ധ്യാനും ടീമിനും അയച്ചു. പിന്നീട് ഒരു ട്വിസ്റ്റ് ആണ്. ഈ ഒരു CID യഥാർത്ഥത്തിൽ ഒരു പോലീസായിരുന്നു. ഇപ്പോൾ പോലീസുകാർക്കും കുളിച്ചേട്ടൻ കില്ലറാണെന്ന് മനസ്സിലായി. പിന്നെ കാണിക്കുന്നത് ഒരു വാതിൽ തുറക്കുന്ന സീനാണ്. നോക്കുമ്പോൾ കുളിച്ചേട്ടൻ വീട്ടിൽ വന്നിരിക്കുന്നു. ഇതറിഞ്ഞ പോലീസ് അവിടേക്ക് വരികയാണ്. പക്ഷെ ഇവിടെ കുളിച്ചേട്ടനും ധ്യാനും തമ്മിൽ ഇടിയായി. അവസാനം ധ്യാൻ ഒരു ചെടിച്ചട്ടി എടുത്ത് തലക്കടി. പിന്നീട് റൂമിലിട്ട് പൊട്ടി. പക്ഷേ കുളിച്ചേട്ടൻ അവിടെ നിന്നൊരു സ്പ്രേ എടുത്ത് ഡോറിലേക്ക് അടിക്കും. ഡോറ് കത്തിക്കുകയാണ്. പിന്നീട് കുളിച്ചേട്ടനും ധ്യാനും തമ്മിൽ വലിയൊരു ഇടി. കുളിച്ചേട്ടന്റെ കൈ നോക്കിയപ്പോൾ മികായൽ സിനിമ പോലെ ധ്യാൻ ശ്രീനിവാസൻ വരഞ്ഞു വിട്ടിട്ടുണ്ട്. അങ്ങനെ ധ്യാൻ ശ്രീനിവാസൻ കുളിച്ചേട്ടന്റെ കോളറിനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പോലീസ് വന്നു. ധ്യാൻ ശ്രീനിവാസന്റെ കോൺസെൻട്രേഷൻ പോയി. ഇത് മുതലാക്കിയ കുളിച്ചേട്ടൻ ധ്യാൻ ശ്രീനിവാസന്റെ മോന്ത നോക്കിയടി. പിന്നീട് പോലീസ് വന്നു. പോലീസിനെ കുളിച്ചേട്ടൻ തള്ളി. പോലീസ് കസേര എടുത്തടി. എന്നിട്ട് വെടിവെച്ചു. കുളിച്ചേട്ടൻ അപ്പൊ തന്നെ ചത്തു. അങ്ങനെ പടം കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾ അതിജീവിച്ചെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഒരു അണുബോംബ് പടമാണ്. ഈ ഒരു സിനിമയുടെ പേര് കാലിപ്പേഴ്സ് ഓഫ് ബില്യണേഴ്സ് എന്ന. പടം കഴിഞ്ഞ് പേര് പോലെ തന്നെ ഇങ്ങനെയാണ് പ്രൊഡ്യൂസർ വീട്ടിൽ പോയത്. ഈ ഒരു സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. ആ ഒരു കമ്പനിയിലെ എല്ലാ ലേഡീസ് സ്റ്റാഫിനും ധ്യാൻ ശ്രീനിവാസന് ഒരു ക്രഷാണ്. എല്ലാരും മാറി മാറി വളയ്ക്കാൻ നോക്കുന്നു. ധ്യാൻ ശ്രീനിവാസനും അജു വർഗീസിനും ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുണ്ട്. ഈ ഒരു കമ്പനിയിൽ ഇന്റർവെൽ ബാബു മുതൽ ആന്റണി പെരുമ്പാവൂരിന്റെ റെഫറൻസ് വരെയുണ്ട്. കൃഷ്ണേട്ടാ, ഇത്രയും പേരുടെ ഇടയിൽ ഈ ആന്റണി പെരുമ്പാവൂരിന്റെ ഫോട്ടോ വെച്ചേക്കുന്നതിന്റെ ചെയ്ത വികാരം എന്താ? ബാക്കി എല്ലാവരും കാശും ഐഡിയാസും ഇൻവെസ്റ്റ് ചെയ്തപ്പോ ആന്റണി പെരുമ്പാവൂര് സത്യസന്ധതയും ആത്മാർത്ഥയും ഇൻവെസ്റ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയി. പക്ഷേ ഈ ഒരു കമ്പനി പടം പോലെ തന്നെ വലിയൊരു ഫ്ലോപ്പാണ്. ധ്യാൻ ശ്രീനിവാസിന്റെ കടമെല്ലാം വീട്ടണം. അതിന് എന്തെങ്കിലും ഒരു പ്ലാൻ വേണം. ഇതിനായി ധ്യാൻ ശ്രീനിവാസൻ ഒരു കോടീശ്വരിയെ കല്യാണം കഴിക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ ഒരാളെ കിട്ടും. ധ്യാൻ ശ്രീനിവാസൻ നല്ല റിച്ച് ആണ്, വലിയ കമ്പനി ഉണ്ടെന്നെല്ലാം പറയും കല്യാണം കഴിക്കും. ഈ കല്യാണം നടക്കുന്ന ടൈമിൽ ധ്യാൻ ശ്രീനിവാസനെ നോക്കിയവരെല്ലാം ഇടിച്ചു നോലോളിക്കുന്ന സീൻ കാണിക്കുന്നു. അങ്ങനെ ധ്യാൻ ശ്രീനിവാസന്റെ വൈഫിന് ധ്യാൻ ശ്രീനിവാസനെ വളരെ ഇഷ്ടമാണ്. പുതിയ കാറ് മേടിച്ചു കൊടുക്കുന്നു, ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ള സീൻ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ധ്യാൻ പണ്ട് കടം വാങ്ങിയ ഒരു വ്യക്തിയെ കാണും. അയാൾ ധ്യാനെ ചീത്ത പറയും. നമ്മൾ വിചാരിക്കും ഇത് കഴിഞ്ഞ ആള് പോകുമെന്ന്. എന്നാൽ അങ്ങനെയല്ല. ആള് നേരെ വൈഫിന്റെ അടുത്ത് പോകും. ധ്യാനെ പറ്റിയുള്ള മുഴുവൻ കഥയും പറയും. അപ്പോൾ വൈഫിന് ധ്യാൻ ചീറ്റ് ചെയ്തു എന്ന് മനസ്സിലായി. ആദ്യമൊക്കെ ധ്യാൻ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും പിന്നീട് കഴുത്തിനെ പിടിച്ചിരിക്കുന്നു. പക്ഷെ പിന്നെയാണ് മനസ്സിലാവുന്നത് വൈഫ് തരാട്ടയാണ്. അവിടെ വെച്ച് ധ്യാന്റെ മോന്തക്കടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. കാറും കൊണ്ടുപോകുന്നു. അവസാനം ധ്യാൻ ശ്രീനിവാസൻ വീട്ടിൽ പോയി കൃഷി ചെയ്ത് ജീവിക്കുന്നു. അങ്ങനെ പടം കഴിയും.